ഇപ്പോൾ മലയാളികൾ സ്വർണം യൂസ് ചെയ്യാത്ത മലയാളികൾ കുറവാണ് എന്ന് തന്നെ പറയാല്ലേ. ഒരു തൈ പൊന്നെങ്കിലും എല്ലാ മലയാളികളുടെ കയ്യിലും ഉണ്ടാകും. കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പവൻ എന്ന് പറയുമ്പോൾ 63,000 കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഏതൊരു ജ്വല്ലറി ഷോപ്പിൽ പോയാലും മലയാളികൾ എല്ലാ ജ്വല്ലറി ഷോപ്പിലും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കാണെങ്കിലും അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലാണെങ്കിലും സ്വർണം യൂസ് ചെയ്യുന്നവരാണ് മലയാളികൾ. പക്ഷെ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വളർന്ന ഒരു സംഭവമാണ് ഡയമണ്ട്. വളരെയധികം പ്രഷ്യസ് ആണ്. അപ്പോൾ ഒന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ മലയാളികൾ കമ്പാരിറ്റീവ്ലി ഗോൾഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ട് വളർന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏത് മേഖലയാണെങ്കിലും കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ജ്വല്ലറിന്റെ മേഖലയിലാണെങ്കിലും ഈ ഒരു തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ് പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇപ്പൊ ഒരു ജ്വല്ലറിയിലെ ഒരു പ്രൊഡക്ഷൻസ്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി കണക്ട് ചെയ്യാണ്. സോ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ജ്വല്ലറി ഷോപ്സിലാണെങ്കിലും ഒരു മിനിമൽ ഡിസൈനിലായിട്ടുള്ള ഒരു ഡയമണ്ട് കളക്ഷൻസ് അവൈലബിൾ ആണ് അല്ലെ. അപ്പോൾ മിനിമൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് എല്ലാ ജ്വല്ലറി ഷോപ്സിലും വന്നു കഴിഞ്ഞു. ഇപ്പൊ അത് ഒരു മിനിമൽ ഡിസൈനിലായിട്ടുള്ള ഒരു ഡിസൈൻ ഒരാൾ വെയർ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു യുണീക്നെസ്, അതിനെയാണ് ഇപ്പൊ സോഷ്യലി ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാരുടെ വിചാരം എന്താണ്? ഇപ്പോഴും അവർക്ക് ആ ഒരു അവയർനെസ് ലഭിച്ചിട്ടില്ല. കാരണം അവരുടെ തോട്ട് പ്രോസസ് ഇപ്പോഴും ആ ഒരു ഡയമണ്ട്, ആ ഒരു മിനിമൽ ഡിസൈനുള്ള ഡയമണ്ട് മേടിക്കാനാണെങ്കിലും കുറേ അധികം പൈസ കൊടുക്കണം എന്നുള്ളൊരു സംഭവമാണ്. സോ ആ ഒരു അവയർനെസ് ആണ് ശരിക്കും നമ്മൾ മാറ്റേണ്ടത്. സോ അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ട്രെയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സോ ഈ ഒരു ട്രെയിൽ വളരെ മിനിമൽ ഡിസൈനിലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗിന്റെ ഡയമണ്ട് കളക്ഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന്റെ വളരെയധികം ബഹളം വഹിക്കുന്ന കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒന്നുമില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഇതിലൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ്, കൂടി ഒരു ലീഫ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലീഫിൽ ആക്ച്വലി 10 ഡയമണ്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു അവയർനെസ് കിട്ടാത്ത ഒരു സാധാരണ ആൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്? 10 ഡയമണ്ട് എന്നൊക്കെ പറയാലോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് വരുന്നത്. പക്ഷേ ഇതിന് ആക്ച്വലി 20,000 കുറവേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഡിസൈൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ട്രെയിൽ കാണുന്ന എല്ലാ ഡിസൈനും എല്ലാ ഇയറിങ്ങിനും 20,000 കുറവായിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. അപ്പൊ ഇതിനെല്ലാം 20,000 കുറവാണ്. സോ 5,000 റുപ്പീസ് മുതൽ തുടങ്ങുന്ന ഡയമണ്ട് കളക്ഷൻസ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ട്രേ കാണിച്ചതിൽ ഇതിന് ഫുള്ള് ഡയമണ്ടിന്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ് വരുന്നത്. ഇപ്പൊ ഒരു ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ 20,000 താഴെ കിട്ടുന്ന ഇയറിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു തോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ, ഇത്രയും ചെറിയ റേറ്റിൽ ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്തുവിടാ എന്നുള്ളൊരു തോട്ടം നിങ്ങൾക്കും വന്ന് കാണും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാം. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ട് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റിന്റെ ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള വരുന്ന ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം അവർക്ക് നേരിട്ട് വന്നിട്ട് കാണാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നത് എന്താ പറയാ, വളരെയധികം പ്രഷ്യസ് ആണ്, മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ ഒരു സംഭവം ആൾക്കാരിൽ മാറട്ടെ. ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു അവയർനെസ് അവർക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഇതുപോലുള്ള അവയർനെസ് വീഡിയോസും അതുപോലെ തന്നെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.